ഹായ്, എല്ലാ ഹൃദയേഴ്സിനും വിനായക ചതുർത്ഥി ആശംസകൾ. ചിങ്ങമാസത്തിലെ അത്തനാളിലാണ് വിനായക ചതുർത്ഥി. ഗണപതിയുടെ പിറന്നാൾ ദിവസമായ ഇന്ന് ഞാൻ കേട്ടിട്ടുള്ള കഥ എന്ന് വെച്ചാൽ, ഗണപതിയുടെ പിറന്നാൾ ദിവസമായ ഈ ദിവസം ഗണപതിക്ക് എല്ലാ ദേവന്മാരും ദേവതകളും എല്ലാവരും പഴവർഗ്ഗങ്ങൾ, മധുര പലഹാരങ്ങൾ എല്ലാം സമ്മാനിച്ചിരുന്നു. അപ്പോൾ ഗണപതി ഇത് കഴിച്ച് ഗണപതിയുടെ വയറ് നിറഞ്ഞു, വയറ് പൊട്ടി ആഹാര സാധനങ്ങളെല്ലാം എളിയിൽ ചാടിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും ഗണപതി പെട്ടെന്ന് തന്നെ ചുറ്റിനും നോക്കി ആരെങ്കിലും ഇത് കാണുന്നുണ്ടോയെന്ന്. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വയറിൽ നിന്ന് പുറത്തു ചാടിയ ആഹാര സാധനങ്ങൾ അതേപടി വയറിനുള്ളിലേക്ക് എടുത്തു വെച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു പാമ്പിനെ വരച്ച് വയറ് കെട്ടി മുറുക്കി. അപ്പോൾ പിന്നെ വയറ് പൊട്ടിയ സ്ഥലത്തോടെ ആഹാര സാധനം ചാടില്ലെന്ന് ഉറപ്പ് വരുത്തി. ഇതിനു ശേഷം ഒന്നും കൂടി ചുറ്റിനും നോക്കി ശേഷം മുകളിലേക്ക് ആകാശത്തേക്ക് നോക്കിയപ്പോൾ അവിടെ നിന്ന് ഗണപതിയെ കളിയാക്കി ചന്ദ്രൻ ചിരിക്കുന്നു. ഇത് കണ്ട് കോപാകുലനായ ഗണപതി ചന്ദ്രനെ ശപിച്ചു. എൻ്റെ പിറന്നാൾ ദിവസമായ ചിങ്ങമാസത്തിലെ അത്തം ദിനത്തിൽ നിന്നെ ആരും നോക്കാതിരിക്കട്ടെ എന്ന് ചോദിച്ചു. അതോടുകൂടി ചന്ദ്രൻ വിഷമത്തിലാണ്. അങ്ങനെയാണ് വിനായക ചതുർത്ഥി ഉണ്ടായത്. ഇങ്ങനെയാണ് ഞാൻ കേട്ട കഥ. ഇത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. ഹായ് എല്ലാവർക്കും. അപ്പോൾ ഒരിക്കൽ കൂടി വിനായക ചതുർത്ഥി ആശംസകൾ. ഹാപ്പി ഓണം കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് തൊട്ട് 10 തിരുവോണം വരികയാണ്. എല്ലാവർക്കും ആശംസകൾ.